ഹലോ ഗായ്സ്, ഇന്ന് കുട്ടിയെ കൊണ്ടാക്കാൻ പോയപ്പോൾ നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന കുറച്ച് ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടാനായിട്ട് വന്നതാണ് കേട്ടോ. ഇതാണ്ട് ഇവിടെ പലതരത്തിലുള്ള ചെറിയ ചെറിയ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ, എന്ത് നല്ല ഭംഗിയുണ്ട്. അടുത്ത് കാണിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ, കുഞ്ഞു കുഞ്ഞു പൂക്കൾ. അപ്പോൾ ഇന്ന് മോനെ കൊണ്ടാക്കാൻ വന്നപ്പോൾ ഒരു കൗതുകത്തിന് എടുത്തതാണ് കേട്ടോ വീഡിയോ. നല്ല രസമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പൂക്കൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. അതുപോലെ പലതരത്തിലുള്ള പൂക്കളുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും വലിയ സംഭവമല്ല, പക്ഷെ നമ്മളൊക്കെ ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും നമ്മളിതൊക്കെ പിച്ചുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു ഇത് കണ്ടോ, മറ്റേ ശംഖുപുഷ്പത്തിൻ്റെ ഒരു ചെറുത് കണ്ടോ. എൻ്റെ വലുത് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അറിയത്തില്ല, പക്ഷേ ഇതിനിപ്പോൾ പൂവില്ല, മൊട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കായ ഉണ്ടോ, ഈ കായൊക്കെ ഉണ്ടല്ലോ, പണ്ട് നമ്മൾ കഴിക്കുമായിരുന്നു, ഇപ്പം ആരും കഴിക്കാറില്ല. കണ്ടോ, ഇത് നമ്മളെ തെറ്റി. അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട് തെറ്റി. ഇപ്പോൾ ഈ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകണമെന്നുള്ളവരൊക്കെ വന്ന് പിച്ചിക്കൊണ്ട് പോകാറുണ്ട്. കണ്ടോ തെറ്റി. എപ്പോഴും നമ്മൾ വീട്ടിൽ വളർത്തുന്നതായാലും കാട്ടിലേക്കുന്നതായാലും ഒരേപോലെ തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. നല്ല ഭംഗിയാണ് കേട്ടോ. ആ നേരത്തെ പറഞ്ഞ അതിൻ്റെ പൂതാണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ നമ്മളിത് പഴുത്ത് കഴിഞ്ഞാൽ കറുപ്പ് നിറത്തി വരും. അപ്പം നമ്മൾ കഴിക്കുമായിരുന്നു കേട്ടോ. കണ്ടോ ഈ പൂവ്, ഒരു മണമാണിത്, ഒരു നല്ല മണമാണ്, ചെറിയൊരു മണമാണ് ഇതിനുള്ളത്. നല്ലൊരു മണമാണ് ഈ പൂവിന് കേട്ടോ. ഇതാണ് കേട്ടോ, ഇതൊക്കെ നമ്മൾ കുഞ്ഞുനാളിൽ പിച്ചി നമ്മൾ കുറച്ച് നേരമൊക്കെ എടുത്ത് കളിക്കാറുണ്ട്. കണ്ടോ, ഇതൊക്കെ ഒരു പ്രത്യേക ഭംഗിയിലുള്ളതല്ലേ. കണ്ടോ, ഇത് നമ്മൾ തൊട്ടാൽ എപ്പോഴും തന്നെ വാടിപ്പോണ് തൊട്ടാവാടി. ഇതിൻ്റെ പൂവ് നല്ല ഭംഗിയാണ്, നമ്മൾ അത്തവിടാനൊക്കെ എടുക്കും. ആണ് കേട്ടോ, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, പിച്ച ഇതൊന്നും. കണ്ടോ ഈ പൂ നല്ല ഭംഗിയില്ലേ. അതുകൊണ്ടേ അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്, അതൊന്ന് പിച്ചിയെടുക്കാം. ഇതൊക്കെ വല്ല ചൊറിയുന്ന വല്ലതും ഉണ്ടോ എന്തോ. അതും പിച്ചിട്ടുണ്ട്, അത് വീട്ടിൽ നിന്നിട്ട് കാണിച്ചു തരാം. ഇതൊരു സൗണ്ട് കേൾക്കുന്നൊരു ചെടിയാണ്. ഇതിനകത്ത് നിന്ന് ഇതിൻ്റെ കായ് ഇങ്ങനെ സൗണ്ട് കേൾക്കും. ഇതിലും ചെറിയ പൂക്കളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല വെയിലാണ്ട് നമുക്ക് കാണാൻ കേട്ടോ. കണ്ടോ, നമുക്ക് തുറന്ന് ഒടിച്ചെടുത്ത്. പിന്നെ ഇതിവിടെ സുലഭമാണല്ലോ, എല്ലായിടവും ഉണ്ട്. ഇതിന്ന് 2 എണ്ണം എടുക്കാം. അതിൻ്റെ വേറൊരു കളറുണ്ട് കേട്ടോ ഇവിടെ ഈ സൈഡിൽ, അതെടുക്കാം. ഫുള്ള് തൊട്ടാവാടി ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ പാമ്പ് കാണും, അതുകൊണ്ടാണ്. കണ്ടോ, വേറൊരു പ്രത്യേക തരത്തിൽ. ഇതും ഭയങ്കര മുള്ളാണ്, പിച്ചാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോ നോക്കട്ടെ, അതിൽ തോനെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അതും പിച്ചി അതും പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പോകുമ്പോഴെല്ലാം, കൊച്ചിനെ കൊണ്ടാക്കാൻ പോകുമ്പോഴെല്ലാം ഈ വഴിനീളെ ഈ കുഞ്ഞു പൂക്കളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നല്ല രസമാണ് കാണാൻ. പൊതുവെ ആരും ശ്രദ്ധിക്കില്ല, എന്നാലും ഞാൻ ശ്രദ്ധിച്ച് പോകാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ശംഖുപുഷ്പം നിൽക്കുന്നുണ്ടോ, കണ്ടോ. ഇത് കാട്ടിലൊക്കെ പിടിക്കുന്ന ശംഖുപുഷ്പമാണ്, നമ്മൾ വീട്ടിലും വയ്ക്കാം. പിന്നെ ഒരെണ്ണം ഉള്ളതാണ്ട്, ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊരു വള്ളിപ്പടർപ്പിൽ പിടിക്കുന്നൊരു പൂവാണേ, നമുക്കത് പിടിപ്പിച്ച്. തന്നെ പിന്നെ വേറൊരു സംഭവം ഉണ്ടാണ്ട്, അടിപൊളിയാണല്ലേ.
നല്ല രസമുണ്ട്. ഇത് നമ്മൾ കുറച്ച് വെച്ച് കൊണ്ടുപോകും കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. വന്നപ്പോൾ കുറച്ച് ശംഖുപുഷ്പം വേറൊരു കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിൽക്കുന്നുണ്ടോ? കണ്ടോ. അത് നമ്മൾ കുറച്ച് വെച്ചിട്ട് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും പിച്ചിയെടുക്കാം. അങ്ങനെ ഫൈനലി പൂക്കളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ സിറ്റൗട്ടിൽ നിരത്തി വെച്ചേക്കാണ്. അപ്പം നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ എന്തുമാത്രം കളികളാണ് കളിച്ചിട്ടുള്ളത്. നമ്മൾ പുറത്തിറങ്ങി ഇതുപോലെ പൂക്കളൊക്കെ പിച്ചി കളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുന്ന ആ സമയങ്ങൾ പോലും നമ്മൾ ഈ പൂക്കളൊക്കെ പിച്ചാറുണ്ട്, എന്തെല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല കേട്ടോ. അപ്പോൾ അവർ പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ കാണുമെന്ന് തന്നെ അറിയത്തില്ല. എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞു പ്രായത്തിലൊക്കെ നമ്മളിത് ഒരുപാട് പിച്ചിയെടുക്കുകയും നമ്മളത് വെച്ച് കളിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മോനെ സ്കൂളിലാക്കാൻ പോയപ്പോൾ ഞാനിത് പിച്ചിയത് കേട്ടോ. അപ്പോൾ ഇത് പിച്ചുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നിന്ന ശേഷമാണ് ഞാൻ ഇത് പിച്ചി എൻ്റെ മനസ്സിലൊരു കാര്യം കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് പിച്ചിയത്. അങ്ങനെ ഇത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഫൈനലി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതിക്ക് വേണ്ടിയിട്ട് ഞാനിത് എടുത്തതാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ വേറൊന്നുമല്ല ഉണ്ടാക്കുന്നത്, നല്ല ചെറിയൊരു ബൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫൈനലി ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.